LKG കിഡ്സ് നോളജ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി എന്നീ ലെറ്റേഴ്സുകളാണ്. ഈ ലെറ്റേഴ്സുകൾ എങ്ങനെ എഴുതാമെന്നും അതിൻ്റെ ചാപ്റ്റേഴ്സും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി അതിൻ്റെ 2 ആക്ടിവിറ്റീസും ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു ചെറിയ കർവ് ലൈൻ ഇവിടേക്ക് മുട്ടിക്കുക. അവിടുന്ന് തന്നെ ഇതാക്കിയിട്ട് ചെറിയൊരു കർവ് ലൈന് ഇങ്ങോട്ടേക്ക് മുട്ടിക്കുക. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. എങ്ങനെ? സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു ചെറിയ കർവ് ലൈൻ, പിന്നെ അവിടുന്ന് തന്നെ വീണ്ടും ചെറിയ കർവ് ലൈൻ അടിയിലേക്ക് ഇട്ടുകൊടുക്കുക. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു കർവ് ലൈൻ, പിന്നെ വീണ്ടും ഒരു കർവ് ലൈൻ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. ഇനി സ്മോൾ ലെറ്റർ ബി എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ അടിവശത്തായിട്ട് ഒരു ചെറിയ കർവ് ലൈൻ. ഇതാണ് സ്മോൾ ലെറ്റർ ബി. ഒന്നുകൂടി സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ അടിവശത്തായി ഒരു ചെറിയ കർവ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു അടിവശത്തായിട്ട് ഒരു ചെറിയ കർവ് ലൈൻ. ഇതാണ് സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുമ്പോൾ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു ചെറിയ കർവ് ലൈൻ, വീണ്ടും ഒരു ചെറിയ കർവ് ലൈൻ. സ്മോൾ ലെറ്റർ ബി എഴുതുമ്പോൾ ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ അടിവശത്തായിട്ട് ഒരു ചെറിയ കർവ് ലൈൻ. ഇങ്ങനെയാണ് എഴുതുക. ഇനി നമുക്ക് 4 ലൈൻ കോപ്പിയിൽ ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുമ്പോൾ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ചെറിയൊരു കർവ് ലൈൻ, വീണ്ടും ചെറിയൊരു കർവ് ലൈൻ അടിയിലേക്ക്. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു കർവ് ലൈൻ, പിന്നെ ഒരു കർവ് ലൈൻ. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു കർവ് ലൈന്, പിന്നെ ഒരു കർവ് ലൈൻ. ഒന്നുകൂടി പറയാം. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു കർവ് ലൈൻ, വീണ്ടും ഒരു കർവ് ലൈൻ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. 4 ലൈൻ കോപ്പിയിൽ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. ഇനി സ്മോൾ ലെറ്റർ ബി എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഈ നടുവശത്ത് നിന്ന് ചെറിയൊരു കർവ് ലൈൻ അടിവശത്തേക്ക് കൂട്ടിമുട്ടിക്കുക. ചെറിയൊരു കർവ് ലൈൻ. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, വീണ്ടും ഒരു കർവ് ലൈൻ അടിയിലേക്ക്. സ്റ്റാൻഡിങ് ലൈൻ, കർവ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, കർവ് ലൈൻ. ഇങ്ങനെയാണ് 4 ലൈൻ കോപ്പിയിൽ എഴുതുക. മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഇനി നമുക്ക് ബീൻ്റെ ചാപ്റ്റർ എടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. B for bird, B for balloon, B for bread, B for butter, B for banana, B for bear, B for ball, B for baby. ഒന്നുകൂടി പറയാം. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. B for bird, B for balloon, B for bread, B for butter, B for banana, B for bear, B for ball, B for baby. ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് കുറച്ച് വേർഡ്സ് കൊടുത്തു. അതൊന്ന് നമുക്ക് വായിക്കാം. ബാഗ്, ബാറ്റ്, ബീ, ബെല്ല്, ബോട്ട്, ബുക്ക്, ബോയ്, ബസ്, ബട്ടർഫ്ലൈ. ഒന്നുകൂടി വായിച്ചു തരാം. ബാഗ്, ബാറ്റ്, ബീ, ബെൽ, ബോട്ട്,
ബുക്ക്, ബോയ്, ബസ്, ബട്ടർഫ്ലൈ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പോൾ 2 ലെറ്റേഴ്സാണ് പഠിച്ചത്. ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. രണ്ടാമത്തേത് ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. അതിൽ രണ്ടിൻ്റെയും ഓരോ ആക്ടിവിറ്റിയാണിത്. ഒരു ആക്ടിവിറ്റിയാണിത്. ഫസ്റ്റ് ആക്ടിവിറ്റി ട്രേസ് ദ ലെറ്റർ. അതായത് ഈ കാണുന്ന ലെറ്റേഴ്സ് ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തുക്കണം, സ്മോൾ ലെറ്റർ എ കൊടുത്തുക്കണം, ക്യാപിറ്റൽ ലെറ്റർ ബി കൊടുത്തുക്കണം, സ്മോൾ ലെറ്റർ ബിയും കൊടുത്തുക്കണം. ഇതിൻ്റെ ഡോട്ട്സ് കൂടി ട്രേസ് ചെയ്ത് ലെറ്റേഴ്സ് എഴുതാനാണ് പറയുന്നത്. ഈ ഡോട്ട്സ് കൂടി ക്യാപിറ്റൽ ലെറ്റർ എ സ്റ്റാൻഡിങ്ങിൻ്റെ ഈ ഡോട്ട്സ് കൂടി ഇങ്ങനെ എഴുതാനാണ് പറയുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റീസ് നെയിം ഇറ്റ്സ് പിക്ചർ, മാച്ച് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഇറ്റ്സ് നെയിം. അതായത് ഈ ചിത്രം കൊടുത്തുക്കണം, അതിൻ്റെ ഫസ്റ്റ് ലെറ്ററുമായി അത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ക്ലൂ ആയിട്ട് കൊടുത്തുക്കണം, സ്മോൾ ലെറ്റേഴ്സാണ് കൊടുത്തിരുന്നത്. സ്മോൾ ലെറ്റർ ബി മാച്ച് ചെയ്യും, ബി ഫോർ ബാറ്റ്. രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്, ആപ്പിൾ. അപ്പോൾ എ ഫോർ ആപ്പിൾ. മൂന്നാമത്തെ ഒരു ബോളാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ബി ഫോർ ബോൾ. നാലാമത്തേത് ഒരു ഉറുമ്പ് ആൻഡ്. അപ്പോൾ എ ഫോർ ആൻഡ്. ഇങ്ങനെ ബി ഫോർ ബാറ്റ്, എ ഫോർ ആപ്പിൾ, എ ഫോർ ആൻഡ്, ബി ഫോർ ബോൾ. ഒന്നുകൂടിയും പറയാം, എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, എ ഫോർ ആൻഡ്, ബി ഫോർ ബോൾ. ഇത്രയാണ് ഇതിലുള്ള വർക്ക്. ഇപ്പോൾ 2 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു, അതിലെ വർക്കും നമ്മൾ നോക്കി.